ഇത് ഇനി മധ്യകേരളത്തിലേക്ക് പോയാൽ അവിടെ ആജ്ഞ രവീന്ദ്രൻ അതിന്റെ വിശദാംശങ്ങൾ നൽകും. ആജ്ഞ, പ്രധാനമായും എവിടെയൊക്കെയാണ് കൗണ്ടിംഗ് സ്റ്റേഷനുകൾ? എന്താണ് മധ്യകേരളത്തിലെ ഫലം? ഈ പറയുന്ന പോലെ അതും നിർണായകമാണല്ലോ, പ്രത്യേകിച്ചും UDF ഉറ്റുനോക്കുന്ന ഇടമാണ്. അപ്പോൾ എന്താണ് അവിടുത്തെ കാര്യങ്ങൾ? തെരഞ്ഞെടുപ്പിന്റെ ചിത്രം തെളിയാൻ അവസാന മണിക്കൂറുകൾ മാത്രം നിലനിൽക്കും. റൈറ്റ്, ആജ്ഞ കൊച്ചിയിൽ നിന്നും അല്പസമയത്തിനകം തന്നെ വിവരങ്ങൾ പങ്കുവയ്ക്കും. ആജ്ഞ, കേട്ടിരുന്നോ? എന്താണ് പ്രധാനപ്പെട്ട വിവരങ്ങൾ? മധ്യകേരളത്തിൽ മുന്നണികളുടെ കണക്കൂട്ടലുകൾ, പ്രതീക്ഷകൾ, ഒപ്പം പ്രധാനപ്പെട്ട കൗണ്ടിംഗ് സ്റ്റേഷനുകൾ എവിടെയൊക്കെയാണ്, എപ്പോഴൊക്കെയാണ് റിസൾട്ട് നൽകാനുള്ള വിവരങ്ങൾ നൽകാനുള്ള ക്രമീകരണങ്ങളൊക്കെ പൂർത്തിയായിട്ടുണ്ടോ അവിടെ? എന്തോ പ്രധാനമായും എറണാകുളത്തെ സംബന്ധിച്ചിട്ട് എറണാകുളത്തെ 14 മണ്ഡലവും ഇത്തവണ UDFിന്റെ പോക്കറ്റിലാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് UDF ഉള്ളത്. 9-5 എന്നുള്ള കക്ഷിനിലയാണ് ഇവിടെ എറണാകുളത്ത് ഉള്ളത്. LDFന് 5ഉം UDFന് 9ഉം എന്നുള്ള കക്ഷിനിലയാണുള്ളത്. LDFിനെ സംബന്ധിച്ചിട്ട് ഈ 5 സിറ്റിംഗ് സീറ്റുകൾ നിലനിർത്തുകയും 6ാമതൊന്നും കൂടി തൃപ്പൂണിത്തുറ മണ്ഡലം കൂടി പിടിച്ചെടുക്കുമെന്നുള്ള ഒരു ക്ലാരിറ്റി കൂടിയാണ് LDF മുന്നോട്ട് വയ്ക്കുന്നത്. അതിൽ ആശങ്കയില്ല എന്ന് തന്നെയാണ് അല്പം മുമ്പ് ഇടതുപക്ഷ സ്ഥാനാർത്ഥി കെ ഉണ്ണികൃഷ്ണൻ നമ്മളോട് പ്രതികരിച്ചത്. അങ്ങനെ നേരത്തെ തന്നെ പാർട്ടി വൃത്തങ്ങളിൽ നിന്നും അത്തരത്തിലുള്ളൊരു അസസ്മെന്റ് വന്നിരുന്നു. LDF പ്രധാനമായിട്ടും 6 മണ്ഡലങ്ങൾ പിടിക്കുന്ന, തൃപ്പൂണിത്തുറ കൂടി പിടിക്കുന്ന സിറ്റിംഗ് മണ്ഡലങ്ങൾ